ഈ നിർമ്മലിനിപ്പം ഈ കല്യാണം കഴിച്ച ജോലി അല്ലാതെ വേറെ എന്ത് പണി എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഹിസ്റ്ററി കമ്പനി പോയിട്ടുണ്ട്. ഞാൻ 8ൽ പഠിക്കുന്ന സമയത്ത് 9ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചവരെ സ്കൂള് കഴിഞ്ഞിട്ട് നേരെ പണിക്ക് വന്നിട്ടുണ്ട്. വീട്ടിലുള്ള വേറെ ആരെങ്കിലും ചൂടുകെട്ട പണിക്ക് പോയിട്ടുണ്ടോ? ഇല്ല, ഏട്ടനൊരു പണികളൊക്കെ ഏട്ടനും ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിനുശേഷം ഈ ഇഷ്ടി കളത്തിൽ നിന്ന് ഈ കട്ടയം വാരി പോകുന്ന വഴിക്കാണോ നമ്മുടെ അഞ്ജുവിനെ കണ്ടുപിടി? അല്ല, അപ്പോഴും ഞാൻ പ്രണയത്തെ ആലോചിച്ചിട്ടില്ല. ഇല്ല, സ്കൂള് പഠിക്കുമ്പോ പ്രണയമൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ ചീറ്റി പോയി. ആർക്കും ഇഷ്ടമല്ലായിരുന്നു. കുറെ ശ്രമിച്ചോ? ഇഷ്ടം പോലെ. ഒരുപാട് എഴുതിയോ? കത്ത് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞോ? അല്ല, ഒരു കുട്ടിന്റെ ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ആ കുട്ടിന്റെ പിന്നെ അവർക്ക് ഇഷ്ടമായില്ല. ഭയങ്കര ക്ഷമയാണ്. 10ാം ക്ലാസ്സിൽ അവൾ എനിക്കൊരു ഓട്ടോഗ്രാഫിൽ എഴുതി, എന്നെ ഓർക്കാൻ ഈ ഓട്ടോഗ്രാഫിന്റെ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് എന്നെ മറന്നേക്കുമെന്ന്. വീണ്ടും എന്നോട് ഇഷ്ടമുണ്ടെന്ന് അവള് പഠിക്കുന്ന പറഞ്ഞേ, എന്നെ ഓർക്കാൻ ഈ ഓട്ടോഗ്രാഫിന്റെ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് എന്നെ മറന്നേക്കും. അങ്ങനെ ഞാൻ വീണ്ടും കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടി എന്തോ വീണ്ടും ഇഷ്ടമുണ്ടല്ലോ എന്ന് ഞങ്ങൾ പഠിക്കുന്ന ഗുരുവായൂർ. ആ കുട്ടിക്ക് വീട്ടിലിരിക്കുമ്പോ ഞാനൊരു സിനിമാ പാട്ട് ഓർപ്പിക്കാം. പാലാഴി കടഞ്ഞെടുത്ത അഴകാണ് ഞാൻ. അങ്ങനെ അപ്പൊ എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ പിന്നാലെ പോയി നോക്കി. ഫോട്ടോഗ്രാഫി തന്നതിന് ശേഷം അവർക്ക് എന്തോ ഒത്തിരി ഇഷ്ടം. അപ്പൊ ഞാൻ അവിടെ പോയി ഗുരുവായൂരപ്പൻ കോളേജിന്റെ അടുത്ത് പോയി നിൽക്കും. അപ്പൊ അവളുടെ വീട്ടുകാരൊക്കെ വന്ന് പ്രശ്നമായി, തല്ലിട്ടുന്ന അവസ്ഥയിൽ ഞാൻ നിർത്തിപ്പോയി. നിങ്ങൾ ഈ ഫേസാമ്യം പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾ ആള് തെറ്റിപ്പോകുന്നത്. എനിക്ക് നേരത്തെയൊക്കെ തെറ്റുമായിരുന്നു. ഞാൻ പിന്നെ ശരിക്കും ഹരീഷിനെ ഞാൻ മനസ്സിൽ നന്നായിട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ തെറ്റാതെ നിൽക്കുന്നത്. ആള് തെറ്റി വന്ന് ചോദിക്കുമോ? ഇവനോട് ചോദിക്കും, ആക്സിഡന്റ് കഴിഞ്ഞപ്പോ റെഡി ആയോ നോക്കിയ ആളുകൾ. അതിനിടയ്ക്ക് ആക്സിഡന്റ് പറ്റിയല്ലേ? നിർമ്മലാണ് പറ്റിയത് ആക്സിഡന്റ്. ഹരീഷിനോട് ചോദിക്കും, എന്നോട് ചോദിക്കും ആക്സിഡന്റ്. അത് എനിക്ക് ഓർമ്മയുണ്ട് ആക്സിഡന്റ്, പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിച്ചു. അത് 2014 മാർച്ച് 18-ാം തീയതി ഒരു പിറകുന്നൊരു വണ്ടി അടിച്ചത് മേലക്കൂറൊക്കെ എടുത്തു പോയി. വണ്ടി മേലെ കൂടെ പോയി? സുമോ വണ്ടി. അങ്ങനെ ബൈക്കായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് കിടന്ന് അങ്ങനെ മെഡിക്കൽ കോളേജിലെത്തി. അവിടെ നിന്ന് നോക്കാൻ കഴിയില്ല. പിന്നെ അവസാനം ഏട്ടൻ പറഞ്ഞ് മിംസിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് മിംസിലെത്തിയപ്പോഴേക്കും ഏകദേശം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. ചുറ്റും ആളുകളൊക്കെ 2 മണിക്കൂറേ മാക്സിമം ഉണ്ടാവും. കാണേണ്ടവർക്ക് ഭാഗ്യത്തിന് നമ്മളാരെ അറിയിച്ചില്ല. അല്ലെങ്കിൽ എല്ലാരും അറിയിച്ചോളാൻ പറഞ്ഞാളല്ലോ. അല്ല, അറിഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ ഞാൻ എന്റെ ഫോട്ടോ തന്നെ കണ്ടിട്ടുണ്ട്. ഓർമ്മയായി എന്നുള്ള ഓർമ്മയായി ആദരാഞ്ജലികൾ അത് കണ്ടിട്ടുണ്ട്. അപ്പം ബോഡി കിടത്തി എല്ലാവരും ചുറ്റും നടന്ന് കാണാനൊക്കെ പറഞ്ഞൊക്കെ കാഴ്ചയൊക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നാട്ടിൽ കടയൊക്കെ അടച്ച് ഷട്ടറൊക്കെ ഇട്ട സമയത്ത് പിന്നെ അവർ പറഞ്ഞ് കുറച്ച് മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ 19 ദിവസം കോമയിലായിരുന്നു. 19 നിമിഷം കണ്ണു തുറന്നു. ഇനിയിപ്പം ഒരു രക്ഷ ഒന്നും ഉണ്ടാവില്ല അല്ലേ? രണ്ടാം ജന്മം. അപ്പൊ നമ്മള് ഈ സെൽഫി ഇവനാണെന്ന് കരുതി എന്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജസ്റ്റ് എന്റെ ഒരു ഫാമിലി പയ്യൻ വന്നിട്ട്, ഹലോ ഹലോ അല്ലേ, സിനിമയില് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ കുഞ്ഞിരാമായണത്തിലേ തകർത്തുണ്ട് കേട്ടോ. കുഞ്ഞിരാമായണം അടിപൊളി. കുഞ്ഞിരാമായണത്തിൽ ഞാനല്ല, ഹരീഷ. ഒപ്പത്തില് ലാലേട്ടൻ്റെ കൂടെ. ഒപ്പത്തിൽ ഞാനല്ല, അത് ഹരീഷ. 2 കൺട്രീസ് ദിലീപേട്ടൻ്റെ കൂടെ ഒപ്പ. 2 കൺട്രീസിൽ ഞാനല്ല, ഹരീഷാണ്. ആണോ? എടുക്ക്. അല്ല, ഫോട്ടോ എടുക്കണ്ടേ? ഞാൻ എടുക്കണോ? അല്ല, എന്റെ ഒരു പടം വരാണ്ട്. ഇറങ്ങട്ടെ. ആഗ്രഹം കഴിഞ്ഞു അല്ലേ? ഞാൻ പുറമെ അങ്ങോട്ട് പിടിച്ചു നോക്കി, ഒരു സിനിമ ഇറങ്ങാണ്ട്. ഇറങ്ങട്ടെ. അപ്പൊ നോക്കാം അല്ലേ, ഇറങ്ങട്ടെ. എനിക്ക് തോന്നുന്നു ഹരീഷ്, ഈ കോഴിക്കോട് ഏരിയയിലൊക്കെ വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഈ ദിലീപിനെ അനുകരിക്കാൻ ശ്രമിച്ചത് ആദ്യം ഹരീഷാണെന്ന് തോന്നുന്നല്ലേ? വേറെ ആരും ആ രംഗത്തേക്ക് അങ്ങനെ വന്നില്ല. ഇവനെ കാണാൻ ദിലീപിന്റെ മാതിരി ഉണ്ടെന്ന് പറഞ്ഞൊക്കെ വലിയ ഇഷ്ടാ. അപ്പൊ ആരെങ്കിലും പറഞ്ഞാ അത്ര സന്തോഷം വരുന്നില്ല. ഒരു സ്റ്റേജിൽ ആരെങ്കിലും വിവരക്കേട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ വിവരക്കേട് ആള് പറഞ്ഞത്. ഒരു ദിവസം സ്റ്റേജിന്റെ ബാക്കിൽ ഒരു പയ്യ വന്നിട്ട്, ഏട്ടാ നിങ്ങളെ കാണാൻ ദിലീപേട്ടന്റെ പോലെ ഇട്ടോ. അപ്പൊ ഇവൻ ഞങ്ങളെ നോക്കുക, ഞങ്ങൾ കേൾക്കാൻ ആളില്ല, അടുത്ത ആളില്ലല്ലോ, ഇതിപ്പോ ആരും കേട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊക്കെ വന്നു, ഞാനും ദേവരാജരൊക്കെ വന്നപ്പോ ഇവൻ ശരിയുണ്ട്. ഇവന്റെ എന്താടാ ചെങ്ങായി എന്തൊക്കെയോ പറയുന്ന? ആര് എന്താടാ പറഞ്ഞ? ഇല്ല ഏട്ടാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാടോ ഇപ്പൊ എന്നെ പറ്റി ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ ആവശ്യമില്ലാണ്ട്. ഏട്ടാ ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാടോ ദിലീപ് എന്റെ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ എന്തൊക്കെയോ എന്നെ പറഞ്ഞത്. ഏട്ടാ ദിലീപേട്ടൻ നല്ല നടനാ. ദിലീപേട്ടൻ നല്ല നടനാ ഈ പറഞ്ഞത്?
എന്റെ ലുക്കും മൂപ്പരും കണ്ടിട്ട് എന്തോ ആ മൂപ്പരെ കാണാൻ ശേഷം ദിലീപേട്ടനെ പോലെ ഉണ്ട് അറിയാം. എന്തിനാ ഒരു കാര്യമില്ലാണ്ട് എന്തിന്റെ കേസുണ്ട് ഇവനിത് പറയണ്ട. ഞാനൊന്നിനും പോയില്ല. ഇവനത് ഞങ്ങളെ അറിയിച്ചതാ. അറിയിച്ച ദിലീപേട്ടനെ ആരെങ്കിലും കേൾക്കണം. ഇത് ആരെ കേക്കണ്ടായി. ദിലീപിന്റെ ഫാൻ ആയിരുന്നു അല്ലേ? ആ വലിയ കട്ട ഫാൻ ആയിരുന്നു. കട്ട ഫാനായിരുന്നു ഞാൻ. അസോസിയേഷനിലൊക്കെ മെമ്പർ, ഫാൻസ് അസോസിയേഷന്റെ ആള് കോഴിക്കോട്. ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അല്ലേ?